കായിക ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റാണ് അമേരിക്കൻ കായിക താരമായ കാൾ ലൂയിസ്. ജെസ്സി ഓവൻസിന് ശേഷം ലോകം കണ്ട ഏറ്റവും മികച്ച നാച്ചുറൽ അത്ലറ്റ്. 100 മീറ്റർ ഓട്ടത്തിലും ലോങ് ജമ്പിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന കാൾ ലൂയിസ് സൃഷ്ടിച്ച അപ്രമാദിത്വത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കായിക താരം മുന്നോട്ട് വന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരമാണ് കാൾ ലൂയിസും അമേരിക്കയുടെ തന്നെ മൈക്ക് പൗലും ചേർന്ന് പരസ്പരം മത്സരിച്ച് അവിസ്മരണീയമാക്കി തീർത്ത 1991 ലോക ചാമ്പ്യൻഷിപ്പിൽ നടന്ന ലോങ് ജമ്പ് ഫൈനൽ. ഒരു പതിറ്റാണ്ടോളം ലോക ചാമ്പ്യൻഷിപ്പിലെ ലോങ് ജമ്പ് സ്വർണ്ണ മെഡൽ ജേതാവായ കാൾ ലൂയിസ് തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. അതുവരെ ഒരു കായിക താരത്തിനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത സ്ഥിരതയും പരിപൂർണതയും പ്രദർശിപ്പിച്ചുകൊണ്ട് താരതമ്യങ്ങളില്ലാത്ത ഉന്നതിയിലാണ് കാൾ ലൂയിസ് നിൽക്കുന്നത്. തൻ്റെ സഹതാരമായ കാൾ ലൂയിസിനെ എങ്ങനെയും പരാജയപ്പെടുത്തണം എന്ന സ്വപ്നവുമായിട്ടാണ് മൈക്ക് പവൽ ടോക്കിയോ വേൾഡ് ചാമ്പ്യൻഷിപ്പിനെത്തിയത്. ക്വാളിഫയിങ് റൗണ്ടിലെ ആദ്യത്തെ അവസരത്തിൽ ഒരു വലിയ ഫൗൾ സൃഷ്ടിച്ചുകൊണ്ടാണ് പവൽ തുടങ്ങിയത്. എന്നാൽ രണ്ടാമത്തെ അവസരത്തിൽ 8.58 മീറ്റർ എന്ന ദൂരം ചാടി ക്വാളിഫയിങ് റൗണ്ടിലെ ഏറ്റവും മികച്ച സമയത്തിനുടമയായി അദ്ദേഹം മാറി. ഇത് മൈക്ക് പവലിന് വളരെയേറെ ആത്മവിശ്വാസം നൽകി. അതുവരെ കായിക ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മത്സര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയായിരുന്നു ടോക്കിയോ നഗരം. ലോങ് ജമ്പിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് മൈക്ക് പവലും കാൾ ലൂയിസും തിരഞ്ഞെടുക്കപ്പെട്ടു. തൻ്റെ ആദ്യ അവസരത്തിൽ 7.85 എന്ന നിരാശാജനകമായ പ്രകടനത്തിലൂടെയാണ് ഫൈനലിൻ്റെ ആദ്യ പാദം തുടക്കം കുറിച്ചത്. അതേസമയം കാൾ ലൂയിസ് 8.68 മീറ്റർ ദൂരം മറികടന്നുകൊണ്ട് മത്സരത്തിൻ്റെ സ്വഭാവം നിർണയിച്ചു. കാൾ ലൂയിസ് മറികടന്ന ഈ ദൂരം 1-2 തവണ മാത്രമേ മറ്റുള്ളവർക്ക് മറികടക്കാൻ സാധിച്ചിരുന്നുള്ളൂ അന്നേ വരെ. രണ്ടാം റൗണ്ടിൽ 8.54 മീറ്റർ ദൂരം മറികടന്നുകൊണ്ട് കാൾ ലൂയിസിന് വ്യക്തമായ വെല്ലുവിളി സൃഷ്ടിച്ച് രണ്ടാം സ്ഥാനത്തേക്ക് മൈക്ക് പവൽ മുന്നേറി. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് താൻ അതുവരെ കുറിച്ച ഏറ്റവും മികച്ച സമയമായ 8.83 മീറ്റർ ദൂരം താണ്ടിക്കൊണ്ട് അന്തിമ വിജയം ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ തുടങ്ങി. മൂന്നാം റൗണ്ടിലെ തൻ്റെ പ്രകടനത്തിലൂടെ കാൾ ലൂയിസ് ഇതിന് മറുപടിയായി 8.29 മീറ്റർ ദൂരം താണ്ടാനേ മൈക്ക് പവലിന് സാധിച്ചുള്ളൂ. നാലാം റൗണ്ടിൻ്റെ തുടക്കത്തിൽ 8.75 മീറ്റർ ദൂരം മറികടന്നുകൊണ്ട് തൻ്റെ പോരാട്ട വീര്യം വീണ്ടും പ്രദർശിപ്പിച്ചുകൊണ്ട് മൈക്ക് പവൽ മുന്നോട്ട് വന്നു. ദൗർഭാഗ്യവശാൽ മില്ലിമീറ്ററുകളുടെ വ്യത്യാസത്തിൽ അതൊരു ഫൗളായി പരിഗണിക്കപ്പെട്ടു. അവിസ്മരണീയമായ അഞ്ചാം റൗണ്ടിൻ്റെ തുടക്കത്തിൽ 8.91 മീറ്റർ ദൂരം മറികടക്കാനായി കാൾ ലൂയിസിന് സാധിച്ചു. എന്നാൽ അനുവദനീയമായ അളവിൽ കൂടുതൽ കാറ്റിൻ്റെ സഹായം ലഭിച്ചതിനാൽ ആ ശ്രമം പരിഗണിക്കപ്പെട്ടില്ല. അല്ലായിരുന്നുവെങ്കിൽ 1968 ഒളിമ്പിക്സിൽ ബോബ് ബീമൻ സൃഷ്ടിച്ച 8.90 എന്ന വേൾഡ് റെക്കോർഡിനെ മറികടക്കാൻ സാധിക്കുമായിരുന്നു. അതുവരെ വിജയമുറപ്പിച്ചിരുന്ന കാൾ ലൂയിസിനെ താൻ നിലനിർത്തിയിരുന്ന ലോങ് ജമ്പ് സിംഹാസനത്തിൽ നിന്നും നിഷ്കാസിതനാക്കിയ നിമിഷങ്ങളായിരുന്നു പിറക്കാനിരുന്നത്. തൻ്റെ അടുത്ത ശ്രമത്തിൽ അടുത്ത നിമിഷം മൈക്ക് പവൽ അസാധ്യമെന്ന് ആ നേട്ടം തൻ്റെ കൈപ്പിടിയിലൊതുക്കി. 8.95 മീറ്റർ ദൂരം താണ്ടിക്കൊണ്ട് 22 വർഷമായി നിലനിന്നിരുന്ന ബോബ് ബീമർ സൃഷ്ടിച്ച ലോക റെക്കോർഡ് തൻ്റെ പേരിലേക്ക് മാറ്റി എഴുതി. അതോടൊപ്പം ആസന്നമായ പരാജയത്തിൻ്റെ ഭീതി കാൾ ലൂയിസിൻ്റെ മുഖത്ത് വീശിയടിക്കാൻ തുടങ്ങി. അതുവരെ കാൾ ലൂയിസ് എന്ന അതികായനായ കായിക താരത്തിന് വെല്ലുവിളി സൃഷ്ടിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. സന്തോഷം കൊണ്ട് മതിമറന്ന മൈക്ക് പവൽ മൈതാനത്തിന് ചുറ്റും വലം വെച്ചു. അപ്പോഴും നഷ്ടപ്പെട്ടത് തിരിച്ചു നേടാനായി കാൾ ലൂയിസിന് 2 അവസരങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. കാൾ ലൂയിസിൻ്റെ പോരാട്ട വീര്യത്തെപ്പറ്റി ഏറ്റവും നന്നായി അറിയാമായിരുന്ന മൈക്ക് പവൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥനയിലാണ്ടു. തൻ്റെ അടുത്ത അവസരത്തിൽ 8.87 എന്ന മികച്ച സമയം തന്നെ കുറിക്കാൻ കാൾ ലൂയിസിന് സാധിച്ചു. എന്നാൽ അത് വിജയത്തോളം പോന്നതായിരുന്നില്ല. തൻ്റെ ശേഷിക്കുന്ന അവസാന ശ്രമത്തിൽ ഒരു ഫൗളിൽ അവസാനിപ്പിക്കാനേ പവലിന് സാധിച്ചുള്ളൂ. ലൂയിസ് തൻ്റെ ഏറ്റവും അവസാനത്തെ ശ്രമത്തിനായി തയ്യാറെടുത്തു. മുഖത്ത് തികഞ്ഞ നിശ്ചയദാർഢ്യം പ്രകടമായിരുന്നു. മൈക്ക് പവലിൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടിക്കൊണ്ട് സർവശക്തിയും സംഭരിച്ചുകൊണ്ട് അവസാനത്തെ തൻ്റെ ശ്രമത്തിനായി ജമ്പിംഗ് പോയിന്റിലേക്കുള്ള കുതിപ്പ് ആരംഭിച്ചു. അതെ, ആ നിമിഷം സഫലമായി. 8.84 മീറ്റർ ദൂരമേ ലൂയിസിന് അവസാനത്തെ പരിശ്രമത്തിൽ നേടാൻ സാധിച്ചുള്ളൂ. അതോടൊപ്പം 10 വർഷത്തോളം നീണ്ടുനിന്ന തൻ്റെ ലോങ് ജമ്പ് അതീശത്വത്തിന് തിരശീലയും വീണു. കായിക ചരിത്രത്തിന് എക്കാലത്തും ഓർത്തുവെക്കാൻ കഴിയുന്ന
അസുലഭമായ മത്സര നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട്. മൈക്ക് പവൽ സൃഷ്ടിച്ച 8.95 എന്ന ലോക റെക്കോർഡിന് ഈ വർഷം 30 വയസ്സ് പിന്നിടുന്നു. റെക്കോർഡ്സ് ആർ മെന്റ് ടു ബി ബ്രോക്കൺ ആൻഡ് ദേ ഷുഡ് ബി ബ്രോക്കൺ എന്ന് പറയാറുള്ളത് പോലെ ഇക്കുറി ഈ റെക്കോർഡും തിരുത്തപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒളിമ്പിക്സിനെ സ്വാഗതം ചെയ്യാം.